ഇവിടെ വല്ലാത്ത മഴയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് രാത്രിയാകുമ്പോൾ തന്നെ കത്തുന്ന ഒരു ലൈറ്റാണ്. രാവിലെ ആകുമ്പോൾ തന്നെ ഓഫ് ആവുകയും ചെയ്യും. അടിപൊളി ലൈറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 9 വോൾട്ടിൻ്റെ റിലേ ആണ്. പിന്നെ ഒരു വേരിയബിൾ റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു LDR, പിന്നെ നമുക്ക് വേണ്ടത് ഒരു BC 547B ട്രാൻസിസ്റ്ററാണ്. പിന്നെ നമുക്ക് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി, പിന്നെ ഒരു PCB ബോർഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൾബ് ഹോൾഡർ, പിന്നെ ഒരു പവർ കേബിൾ. അപ്പോൾ ഞാൻ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം, നിങ്ങളപ്പോൾ അവിടെ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇനി നേരെ വർക്കിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ റിലേയുടെ അടിഭാഗത്ത് 3 പിന്ന് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പിന്നിൽ നമ്മൾ പ്ലസ് വോൾട്ടും അതേപോലെ മൂന്നാമത്തെ പിന്നിൽ നമുക്ക് മൈനസ് വോൾട്ടുമാണ് കൊടുക്കേണ്ടത്. അപ്പം പ്ലസ് വോൾട്ട് കൊടുക്കുന്നിടത്ത് നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്ന്, അതായത് പിൻ നമ്പർ 1 നമ്മുടെ റിലേയിൽ കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഒരു LDR ആണ്. LDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡബിൾ റെസിസ്റ്റർ എന്നാണ് പറയുക. ലൈറ്റിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ മാറുന്ന ഒരു ഡിവൈസാണ് LDR. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ ഈ സർക്യൂട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇവിടെ ഒരു PCB ബോർഡിനകത്താണ് ഇത് അസംബിൾ ചെയ്യുന്നത്. അപ്പം PCB ബോർഡിൽ അസംബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സർക്യൂട്ട് ഫോളോ ചെയ്താൽ മതി. ഞാൻ ആ സർക്യൂട്ടും ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ റിലേ ഒന്ന് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡിൻ്റെ നടുക്കായിട്ട് PCB ബോർഡിൻ്റെ നടുക്കായിട്ട് നമ്മുടെ റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റിലേ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ആ സർക്യൂട്ട് നോക്കിയിട്ട് കണക്ട് ചെയ്യുക. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്ന്, അതായത് ഫസ്റ്റ് പിന്ന് C എന്ന് പറയുന്ന പിന്ന് നമ്മുടെ റിലേയുടെ മൂന്നാമത്തെ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഈ PCB ബോർഡിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട്സ് വരും, ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സർക്യൂട്ട് ഒന്ന് ഫോളോ ചെയ്യുക. സർക്യൂട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ LDR ആണ്. അപ്പോൾ ഇവിടെ കാണാം 9 വോൾട്ട് റിലേയുടെ മൂന്നാമത്തെ പിന്നിൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്ന്, ഫസ്റ്റ് പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേരിയബിൾ റെസിസ്റ്ററാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ റിലേയുടെ ഒന്നാമത്തെ പിന്നിലേക്കാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പാകത്തിന് ഈ വേരിയബിൾ റെസിസ്റ്റർ നമ്മുടെ ബോർഡിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി ഈ വേരിയബിൾ റെസിസ്റ്ററും കൂടെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. Hesitating, kryptonite desires set my heart afire. Heart on fire. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ LDR ആണ്. അപ്പോൾ LDR കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും ബേസും, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്ന്, ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നിൽ പാരലലായിട്ടാണ് നമ്മുടെ ഈ ഒരു LDR കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നമുക്ക് LDRും ഒന്ന് കണക്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്തെടുക്കാം. നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് റിലേയിൽ നമ്മൾ റിലേയുടെ ഒന്നാമത്തെ പിന്നിൽ നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തു.
അതിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ പിന്നിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തു. പിന്നെ വേരിയബിൾ റെസിസ്റ്ററിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യുന്നു. അവിടെ തന്നെയാണ് നമ്മൾ LDRും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുക. സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കണക്ഷൻസ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതേപോലെ കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്തെടുക്കാനുള്ളത് ബാറ്ററിയാണ്. അതായത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ഇതിന് വേണ്ടി കണക്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാറ്ററി കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാറ്ററിയുടെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതായത് മൈനസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പിന്നിൽ മൈനസ്, അതേപോലെ തന്നെ റിലേയുടെ ഒന്നാമത്തെ പിന്നിൽ പോസിറ്റീവ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിനി ഈ ഒരു കണക്ടറും കൂടി ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി ഏകദേശം. ഇനി നമുക്ക് ബൾബാണ് കണക്ട് ചെയ്യാനുള്ളത്. അതായത് ബൾബ് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേയുടെ രണ്ടാമത്തെ പിന്ന്, അതായത് കോമൺ പിന്നിൽ ആണ് ഒരു കണക്ഷൻ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ റിലേയുടെ നാലാമത്തെ പിന്നിൽ. അപ്പം നമ്മളിവിടെ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ബോർഡിൽ എവിടെയെങ്കിലും കണക്ടർ ഒന്ന് വെച്ചിട്ട് അപ്പോൾ ആ കണക്ടറിനകത്ത് നിന്നുള്ള കണക്ഷൻ നമുക്ക് റിലേയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു രണ്ട് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വയറിനറ്റത്ത് നന്നായിട്ട് സോൾഡർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് നമ്മുടെ റിലേയുടെ നാലാമത്തെ പിന്നിലും അതേപോലെ തന്നെ റിലേയുടെ രണ്ടാമത്തെ പിന്നിൽ നിന്നും ഈ വയർ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഈ കണക്ടറിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കണക്ടറിൻ്റെ ത്രൂ ആണ് നമ്മൾ ഇനി നമ്മുടെ ബൾബ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സർക്യൂട്ട് ഒരു സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുക. രാത്രി ആകുമ്പോൾ, അതായത് വെളിച്ചം പോയി കഴിയുമ്പോൾ നമ്മുടെ LDR അത് ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സർക്യൂട്ടിനെ ഓൺ ആക്കും. അപ്പോൾ ഒരു സ്വിച്ചായിട്ടാണ് ഇവിടെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുക. നമുക്കിനി ഈ കണക്ടറിനകത്തേക്ക് ഈ വയർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ കണക്ടർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ടർ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ ഈ PCBക്കകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ ബൾബ് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൾബ് ഓർഡർ ഇതിനകത്തേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ പവർ കേബിളിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു വയർ നമ്മൾ ബൾബ് ഓർഡറിൽ ഡയറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ 230 വോൾട്ടിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ പിരിച്ചു കൊടുത്തിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
ബാക്കിയുള്ള 2 വയർ നമ്മൾ ഈ കണക്ടറിലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ബൾബ് ബോർഡിൽ നിന്ന് വരുന്ന ഒരു വയറും പിന്നെ അതേപോലെ നമ്മുടെ പവർ കേബിളിൽ നിന്ന് വരുന്ന ഒരു വയറും നമ്മൾ നമ്മുടെ കണക്ടറിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സർക്യൂട്ട് ഇവിടെ ഒരു സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുക. രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന രീതിയിലുള്ളൊരു സ്വിച്ച് ആയിട്ടാണ് ഇവിടെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓട്ടോമാറ്റിക് ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സർക്യൂട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി. പിന്നെ നമുക്ക് ഇനി ഈ കേബിൾ പവറിൽ കുത്തിയിട്ട് ഓൺ ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഈ സെൻസറിന് മുകളിൽ കൈ വെക്കുമ്പം അവിടെ ഇരുട് വരുവാണ്. അതായത് സെൻസറിന് മുകളിലേക്ക് ലൈറ്റ് വരുന്നില്ല. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അതായത് രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് ഓൺ ആവും. തിരിച്ച് വെളിച്ചം വരുമ്പം പിന്നെയും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വർക്ക് ചെയ്യണത്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹോബി പ്രൊജക്റ്റാണ്. അപ്പം ഇതിൽ താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വിടുമ്പോൾ ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ